ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരാളോട് ഒരു 3 അക്ക സംഖ്യ 3 ഡിജിറ്റ് നമ്പർ പറയാണ്. അപ്പോൾ അയാൾ പറയുന്ന 3 ഡിജിറ്റ് നമ്പർ അതിൽ 3 ഡിജിറ്റ്സും സെയിം ആയിരിക്കാനുള്ള സാധ്യത എന്താണ്? ഇപ്പോൾ ഉദാഹരണത്തിന് അയാൾ 444 ആണ് പറയുക. അപ്പോൾ 444 എന്താണ്? 4 4 4 3 ഡിജിറ്റ്സ് എന്താണ്? തുല്യമായ സംഖ്യയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഖ്യ പറയാനായിട്ടുള്ള സാധ്യതയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്ന് ടോട്ടൽ എത്ര നമ്മൾ മുന്നും ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ആദ്യം തന്നെ നമുക്ക് 3 ഡിജിറ്റ് നമ്പേഴ്സ് എത്ര ഉണ്ടെന്ന് നോക്കാം. 3 ഡിജിറ്റ് നമ്പർ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? 100 നിന്നാണ്. ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് എവിടെ വെച്ച് അവസാനിക്കും? 999 വെച്ച് അവസാനിക്കും. അടുത്ത 1000 4 ഡിജിറ്റ് ആവും, അതുകൊണ്ട് ഇവിടെ വെച്ച് അവസാനിക്കും. ഇനി ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ എത്ര നമ്പർ ഉണ്ട്? 999 മൈനസ് 100 പ്ലസ് 1. അപ്പോൾ എത്രയായി? 899 പ്ലസ് 1. എത്ര നമ്പേഴ്സ് ഉണ്ട്? 900 നമ്പേഴ്സ് ഉണ്ട്. എന്ത്? 100നും 999 ഇടയിൽ നിന്നല്ല, 100ഉം 999 ഉൾപ്പെടെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 100 മുതൽ 999 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 900 നമ്പേഴ്സ് ഉണ്ട്. അതായത് 900 നമ്പേഴ്സ് ഉണ്ട്. എന്ത്? 100 തുടങ്ങി 999 വരെ. അപ്പോൾ ടോട്ടൽ നമ്പർ നമുക്ക് കിട്ടി 999. ഇനി അടുത്തത് നമുക്ക് എന്താ വേണ്ടത്? 3 ഡിജിറ്റ്സും ഈക്വൽ ആയിട്ടുള്ള നമ്പേഴ്സ്, 3 ഡിജിറ്റ് നമ്പേഴ്സ്. അതിൽ 3 ഡിജിറ്റ് ഈക്വൽ ആവും. അപ്പോൾ 100 തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ 3 ഡിജിറ്റ് ഈക്വൽ ആവണ നമ്പർ ഏതായിരിക്കും? 111 ആയിരിക്കും അല്ലേ. പിന്നെ അടുത്ത നമ്പർ എന്തായിരിക്കും? 222. പിന്നെ അടുത്തത് 333, 333. അടുത്തത് 444. അടുത്തത് 555, 666, 777, 888, 999. എത്ര എണ്ണം കിട്ടി നമുക്ക്? 9 എണ്ണം കിട്ടി. അപ്പോൾ പ്രോബബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? 9 ഫേവറബിൾ ഔട്ട്കംസ് ഉണ്ട് അല്ലേ. അതായത് നമ്മൾക്ക് ചോദിച്ചിരിക്കണ ചാൻസ് കിട്ടാനുള്ള ഔട്ട്കംസ് ഏതൊക്കെയാണ്? 1 2 3 4 5 6 7 8 9 ഔട്ട്കംസ് ഉണ്ട്. ഇനി ടോട്ടൽ ഔട്ട്കംസ് എത്രയാണ്? 900 ആണ്. അതായത് ടോട്ടൽ 3 ഡിജിറ്റ് നമ്പേഴ്സ് എത്ര ഉണ്ട്? 900 ഉണ്ട്. അപ്പോൾ 9/900, അതായത് 1/100 ആണ് എന്ത്? പ്രോബബിലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സംഖ്യയുടെ 1ൻ്റെ സ്ഥാനത്തെ അക്കം 0 ആകാനുള്ള സാധ്യത എന്താണ്? അതായത് നമ്മൾ ഒരു 3 ഡിജിറ്റ് നമ്പർ പറയാണ്. ആ 3 ഡിജിറ്റ് നമ്പറിലെ 1ൻ്റെ പ്ലേസിലെ നമ്പർ അല്ലെങ്കിൽ ഡിജിറ്റ് എന്താണ്? 0 ആവാനുള്ള ചാൻസ് എത്രയുണ്ട്? അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ട്. ടോട്ടൽ നമ്പർ എത്രയാ 3 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ? 900 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്. എവിടെ തൊട്ട്? 100 തൊട്ട് 999 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 900 നമ്പേഴ്സ് ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? വൺസിൻ്റെ പ്ലേസിൽ എന്ത് വേണം? വൺസിൻ്റെ പ്ലേസിൽ 0 വരണം. അങ്ങനത്തെ നമ്പർ ഏതാണ്? 100 ആണ് തുടങ്ങണത് 3 ഡിജിറ്റ്. ഇവിടെ വൺസിൻ്റെ പ്ലേസിൽ 0 അല്ലേ. ഇനി അടുത്തത് എന്തായിരിക്കും? അപ്പോൾ 110 ആയിരിക്കും. അടുത്ത എന്തായിരിക്കും? 120 ആയിരിക്കും. ഇങ്ങനെ പോവും. 190 വരും. അത് കഴിഞ്ഞ് പിന്നെ അടുത്തത് പിന്നെ എത്രയാണ് വരിക? 200, 210, ഇങ്ങനെ പോയിട്ട് 290. അങ്ങനെ ലാസ്റ്റ് എവിടം വരെ എത്തും? 990 വരെ എത്തും. കാരണം 999 വരെയാണ് 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉള്ളത്. അപ്പോൾ അതിൽ ലാസ്റ്റ് 0, അതായത് വൺസിൻ്റെ പ്ലേസിൽ 0 വരണ അവസാനത്തെ 3 ഡിജിറ്റ് നമ്പർ ഏതായിരിക്കും? 990. അപ്പോൾ ഈ 100 തൊട്ട് ഈ 990 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? അപ്പോൾ ഇത്രയും നേരം ചെയ്ത പോലെ 990 ആ 100 മൈനസ് ചെയ്താൽ ശരിയാവില്ല. കാരണം അത്രയും നേരം ചെയ്തത് എന്തായിരുന്നു? നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 അങ്ങനെ 1 ആണ് ഡിഫറൻസ് ഉണ്ടായിരുന്നത്, കോമൺ ഡിഫറൻസ്. അതായത് 100 കഴിഞ്ഞ് 101, 102 അങ്ങനെയായിരുന്നു. പക്ഷേ ഇവിടെ എങ്ങനത്തെ സീരീസാണ് നോക്കിയേ? 100, 110, 120 അങ്ങനെ. അപ്പോൾ 10 കൂടി വരുന്ന സീരീസാണ്. അപ്പോൾ ഇതെന്താണ്? ഇതൊരു അരിത്തമെറ്റിക് സീരീസാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ടേമാണ് 100,
ഇതെന്താണ്? ലാസ്റ്റ് ടേമാണ് 990. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ടേംസ് എങ്ങനെ കണ്ടുപിടിക്കാം? n ഈക്വൽ ടു xn മൈനസ് x1 ബൈ d പ്ലസ് 1. ഓർമ്മയുണ്ടോ? അത് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിലെ ഇതിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എക്സ് ഇവിടെ എന്താണ്? എക്സ് എന്ന് പറയുന്നത് 990. ഈ സീരീസിലെ ഏറ്റവും ലാസ്റ്റത്തെ നമ്പർ 990 ആണ്. ഫസ്റ്റ് ടേം ഏതാണ്? 100 ആണ്. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്ര നമ്പർ ഇടവിട്ടാണ് ഇത് വരുന്നത്? 10 നമ്പേഴ്സ് അല്ലേ? 100 കഴിഞ്ഞ് 100 പ്ലസ് 10 ആണ് 110, 110 പ്ലസ് 10 ആണ് 120. അങ്ങനെ 10 കൂടിയാണ് ഈ സീരീസ് വരുന്നത്. അപ്പോൾ ഈ സീരീസിലെ കോമൺ ഡിഫറൻസ് 10 ആയി. പ്ലസ് 1. 990 മൈനസ് 100 എന്താണ്? 890 ബൈ 10 പ്ലസ് 1. അതായത് 890 ബൈ 10 എന്താ? 89 അല്ലേ? ഈ 00 വെട്ടിപ്പോയി. ബാക്കി എന്താ ഉള്ളത്? 89 പ്ലസ് 1 സമം 90. അപ്പോൾ 90 കിട്ടി. ഇനി നമുക്ക് പ്രോബബിലിറ്റി എന്ത് കണ്ടുപിടിക്കാം? അപ്പോൾ 90 എന്ന് പറയുന്നത് എന്താണ്? വൺസിൻ്റെ പ്ലേസിൽ 0 വരണ നമ്പേഴ്സിൻ്റെ എണ്ണമാണ്. അതായത് എന്താണ്? അറ്റത്തുള്ള സംഖ്യ, അതായത് ഒന്നിൻ്റെ സ്ഥാനത്തെ, വൺസിൻ്റെ പ്ലേസിലുള്ളത്, ഒന്നിൻ്റെ സ്ഥാനത്തുള്ള അക്കം എന്ത് വരും? 0. അങ്ങനെ എത്ര നമ്പേഴ്സ് നമുക്ക് കിട്ടും? 90 നമ്പറുകൾ അങ്ങനെയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കിട്ടാനുള്ള ചാൻസ് എന്തായിരിക്കും? 90 ബൈ മൊത്തം എത്ര 3 അക്ക സംഖ്യയുണ്ട്? 900. അതായത് എത്രയാണ്? 1/10. ഇതാണ് പ്രോബബിലിറ്റി. അടുത്തത് സംഖ്യ 3ൻ്റെ ഗുണിതമാകാനുള്ള സാധ്യത. അതായത് 3യുടെ മൾട്ടിപ്പിൾ ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നാണ് അടുത്തത് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ട്? 900 ഉണ്ട്. ഇനി ഇതിൽ എത്ര മൾട്ടിപ്പിൾസ് ഓഫ് 3 ഉണ്ട് നോക്കണം. 3ൻ്റെ മൾട്ടിപ്പിൾസ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണം. എന്നിട്ട് നമുക്കതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ ടോട്ടൽ എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്? മൊത്തം 3 അക്ക സംഖ്യകളുടെ എണ്ണം എത്രയാണ്? 100 തുടങ്ങി 999 വരെയുള്ള 3 അക്ക സംഖ്യകൾ എത്ര എണ്ണം ഉണ്ടാകെ? 900. അത് നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ 3 അക്ക സംഖ്യകളിലെ 3ൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെ, 3ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. 3ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? 3ൻ്റെ മൾട്ടിപ്പിൾസിലെ ഡിജിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 3ൻ്റെ മൾട്ടിപ്പിളായിട്ട് കിട്ടണം. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിനൊരു നമ്പർ 205 എടുത്തു. ഇതൊരു 3 ഡിജിറ്റ് നമ്പറാണ്. ഇതിലെ ഡിജിറ്റുകൾ തമ്മിൽ കൂട്ടിയ 2 പ്ലസ് 0 പ്ലസ് 5 ഈക്വൽ ടു എത്രയാണ്? 7. 7 3ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പോൾ ഇത് 3ൽ ഡിവിസിബിൾ അല്ല. അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഡിജിറ്റ്സുകൾ ആഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ 100 എടുത്ത് ഫസ്റ്റത്തെ നമ്പർ 100. 100ൽ പോവോ? 100ൽ 3 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ല. കാരണം 1 പ്ലസ് 0 പ്ലസ് 0 എന്താ? 1 തന്നെ. ഇനി അടുത്തത് എന്താണ്? 101. 101ൻ്റെ ഡിജിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്ത് നോക്കിയാൽ 1 പ്ലസ് 0 പ്ലസ് 1 എന്താ? 2 ആണ്. 2ൽ 3 കംപ്ലീറ്റ്ലി 2 എന്ന് പറയുന്നത് 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അടുത്ത 102 നോക്കിയേ. 102ൽ 1 പ്ലസ് 0 പ്ലസ് 2 എന്താ കിട്ടുക? 3 ആണ് കിട്ടുക. 3ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ? അതെ. അപ്പോൾ 3ൻ്റെ മൾട്ടിപ്പിളാണ് 3. അപ്പോൾ ഈ 102 ഈസ് ഡിവിസിബിൾ ബൈ 3. ചെക്ക് ചെയ്ത് നോക്കിയാൽ 102നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 ടൈംസ് പോവും. ഇവിടെ ബാക്കി 12 കൊണ്ട് 4 34 ആണ്. എന്ത്? 34 ഇൻറ്റു 3 ആണ് 102 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടി. എന്ത്? 102 എന്ന് പറയുന്നതാണ് ഫസ്റ്റത്തെ മൾട്ടിപ്പിൾ ഓഫ് 3. ഇനി അതായത് 3 ഡിജിറ്റിലെ ഫസ്റ്റ് 3യുടെ മൾട്ടിപ്പിളാണ് എന്ത്? 102. ഇനി അടുത്തത് എന്തായിരിക്കും? ഇനി ഇവിടെ നിന്ന് അങ്ങ് 3 കൂട്ടി പോയാൽ മതി. ആദ്യ പദം അതായത് ഫസ്റ്റ് ടേം കിട്ടി. ഇനി ഫസ്റ്റ് ടേമിൽ നിന്ന് എത്ര ആഡ് ചെയ്താൽ മതി 3ൻ്റെ മൾട്ടിപ്പിൾ കിട്ടാൻ? 3 ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതെന്തായി? 105. കണ്ടില്ലേ? 1 പ്ലസ് 5 എന്ത് കിട്ടി? 6. 3ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ? ഇനി അടുത്തത് എന്തായിരിക്കും? 108. 1 പ്ലസ് 0 പ്ലസ് 8 എത്രയാണ്? 9. 3ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ? ഇങ്ങനെ 3 കൂട്ടി. ഇനി ലാസ്റ്റ് ടേം ഏതായിരിക്കും? 999 ആണ് ലാസ്റ്റത്തെ 3 ഡിജിറ്റ്. ഈ 999 എന്താണ്? 3യുടെ മൾട്ടിപ്പിൾ അല്ലേ?
333 ഇൻറ്റു 3 ആണ് എന്ത് 999 എന്ന് പറയുന്നത്. അപ്പോൾ 999 ഇറ്റ് സെൽഫ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പോൾ ഇതും ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ നമുക്ക് സീരീസ് കിട്ടി. എവിടെ നിന്ന് തുടങ്ങണ്? 102 നിന്ന് തുടങ്ങി 999 അവസാനിക്കണ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടി. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസ് നമുക്കറിയാം 3 ആണ്. ഇനി എക്സ് എൻ എന്താണ്? 999 ലാസ്റ്റ് ടേം. x1 എന്താണ്? 102. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇത് എത്ര നമ്പർ ഉണ്ടെന്ന് നമുക്ക് അറിയണം അല്ലേ? അതായത് 100 തുടങ്ങി 999 വരെ 3യുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തെ മൾട്ടിപ്പിൾ കണ്ടുപിടിച്ചു 102, അവസാനത്തെ മൾട്ടിപ്പിളും കിട്ടി 999. ഇനി ഇതിൻ്റെ ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട് ഇൻക്ലൂഡിങ് ദീസ് 2 നമ്പേഴ്സ് എത്രയുണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാം അല്ലേ? നമ്പർ ഓഫ് ടേംസ് അരിത്തമെറ്റിക് സീരീസിലെ നമ്പർ ഓഫ് ടേംസ് എങ്ങനെ കണ്ടുപിടിക്കും? xn മൈനസ് x1/d+1. ഇനി ഇതിൽ xn എത്രയാ? 999 മൈനസ് x1 എന്താ? 102/d എന്താ? 3+1. ഇനി 999 മൈനസ് 102 എന്താണ്? 897. അപ്പോൾ 897/3+1. ഇനി 897 3 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കിയേ. 8 + 9 + 7 എത്രയാണ്? 8 + 9 17. 17 + 7 എന്താണ്? 24. 24 എന്ന് പറഞ്ഞാൽ 2 + 4 = 6. 6 എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് വരും. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അപ്പോൾ 8ൽ എത്ര ടൈംസ് പോവും? 2 ടൈംസ് അല്ലേ? 6. 3 2s are 6. ഇനി ബാക്കി എത്രയുണ്ട്? 2 ഉണ്ട്. 29ൽ എത്ര ടൈംസ് പോവും? 9 ടൈംസ്. ഇനി ബാക്കി എത്രയുണ്ട്? 2 ഉണ്ട്. 27ലും 9. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്താലും മതി. 897ൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3ൽ എത്ര ടൈം പോവും? 2. ഇനി 6. ബാക്കി 29ൽ 9 ടൈംസ് 27. പിന്നെയും 2. 27ൽ വീണ്ടും 9. അപ്പോൾ 299 കിട്ടും. അപ്പോൾ 3ൽ എത്ര? 299 ടൈംസ് ആണ് എന്ത്? 897 എന്ന് പറയുന്നത്. +1 അതായത് 300. ഇത് നമുക്ക് എന്താ കിട്ടിയത്? ആൻസർ ആയോ? ആൻസർ ആയിട്ടില്ല. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് എന്താണ്? ഈ 3 ഡിജിറ്റ് നമ്പേഴ്സിലെ 3യുടെ മൾട്ടിപ്പിൾസ് എത്ര എണ്ണം ഉണ്ട്? നമ്പർ ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 3 ആണ് 3 ഡിജിറ്റ് നമ്പേഴ്സ്. അതിൽ ഉള്ളത് എത്രയാ? 300 ആണ് കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? n എന്ന് പറയണത് എന്ത് കിട്ടി നമുക്ക്? 300 കിട്ടി. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി എന്തായിരിക്കും? 300 ഡിവൈഡഡ് ബൈ 900. 0 വെട്ടിപ്പോയി. 3ൽ 9 3 ടൈംസ് = 1/3. എന്താണ് പ്രോബബിലിറ്റി? 1/3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 1 2 3 4 എന്നീ അക്കങ്ങൾ എഴുതിയ 4 കാർഡുകൾ പലതരത്തിൽ ചേർത്ത് വെച്ച് 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കുന്നു. സംഖ്യ 4000ൽ കൂടുതലാകാനുള്ള സാധ്യത എന്താണ്? സംഖ്യ 4000ൽ കുറവാകാനുള്ള സാധ്യത എന്താണ്? അപ്പോൾ നമ്മൾ 1 2 3 4 ഈ നമ്പേഴ്സൊക്കെ വെച്ചിട്ട് നമ്മൾ 4 അക്ക സംഖ്യകളാണ് ഉണ്ടാക്കണേ. 4 ഡിജിറ്റ് നമ്പേഴ്സാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആദ്യം 1 2 3 4 തന്നെ എഴുതാം. അടുത്ത നമ്പർ എന്തായിരിക്കും? 1 2 3 4നെ മറിച്ചിട്ട 4 3. അടുത്തത് 3 വെച്ചിട്ട് എഴുതാം. 1 3 2 4. അടുത്തത് 1 3 4 2. ഇനി 1 4 2 3 1 4 3 2. ഇപ്പോൾ 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യണ 4 ഡിജിറ്റ് നമ്പേഴ്സ് കിട്ടി. ഇനി ഇതുപോലെ നമുക്ക് 2 വെച്ചിട്ട് ചെയ്യണത് എഴുതിക്കൂടെ? എത്ര എണ്ണം കിട്ടും? ഇതുപോലെ തന്നെ കിട്ടും അല്ലേ? ഇതുപോലെ 1 2 3 4 5 6 എണ്ണം കിട്ടും. അപ്പോൾ 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യണ 6 നമ്പേഴ്സ് കിട്ടും. ഇനി ഇതേപോലെ എഴുതണ്ടല്ലോ. 2 1 3 4. ഇനി 2 1 4 3. ഇനി 2 3 1 4 2 3 4 1. ഇനി 2 4 1 3 2 4 3 1. ഇങ്ങനെ. ഇനി അതേപോലെ തന്നെ 3 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണ 4 ഡിജിറ്റ് നമ്പേഴ്സ് എത്ര എണ്ണം കിട്ടും? 6 എണ്ണം കിട്ടും. അതുപോലെ 4 വെച്ച് സ്റ്റാർട്ട് ചെയ്യണ നമ്പർ എത്ര എണ്ണം കിട്ടും? 6 എണ്ണം കിട്ടും.
അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര നമ്പേഴ്സ് കിട്ടും? ടോട്ടൽ നമ്പേഴ്സ് എത്രയാണ്? ടോട്ടൽ നമ്പേഴ്സ് 4 ഗ്രൂപ്പിൽ 6 വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 6 × 4 എത്ര നമ്പേഴ്സ് കിട്ടും? 24 നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ 4 ഡിജിറ്റ്സ് വെച്ചിട്ട് 1 2 3 4 എന്ന 4 അക്കങ്ങൾ വെച്ചിട്ട് നമുക്ക് എത്ര 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം? 24 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇനി ക്വസ്റ്റ്യൻ എന്താണ്? സംഖ്യ 4000-ൽ കൂടുതലാകാനുള്ള സാധ്യത എന്താണ്? 4000-ൽ കൂടുതലാവണമെങ്കിൽ അത് 4 വെച്ച് സ്റ്റാർട്ട് ചെയ്യണ സംഖ്യകളായിരിക്കില്ലേ? അതായത് 4 വെച്ച് 4 1 2 3 4 1 3 2 4 2 1 3 4 2 3 1 ഇങ്ങനെ 4 3 1 2 4 3 2 1 ഇങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കറിയാം ഇതെത്ര സംഖ്യകൾ വരും മൊത്തം. ഇങ്ങനെ എത്ര നമ്പേഴ്സ് എഴുതാൻ പറ്റും? ഇങ്ങനെ 6 നമ്പേഴ്സ് എഴുതാൻ പറ്റും. അപ്പോൾ 4000-ൽ കൂടുതലുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട്? ഇതിൽ 6 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 4000 ഉള്ള 4 ഡിജിറ്റ് നമ്പേഴ്സ് ഇത് എത്ര? ഈ 4 നമ്പേഴ്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് എത്രയാണ്? 6. ടോട്ടൽ നമ്പേഴ്സ് എത്രയാണ്? 24. അപ്പോൾ പ്രോബബിലിറ്റി എന്താണ്? 6/24, അതായത് 1/4 ആണ് ഇതിൻ്റെ സാധ്യത. 1000-ൽ കൂടുതലാകാനുള്ള സാധ്യത നോക്കി എത്രയായിരുന്നു? 1/4 ആയിരുന്നു. എന്ത്? 4000-ൽ കൂടുതലാകാനുള്ളത്. ഇനി എന്താണ് വേണ്ടത്? സംഖ്യ 4000-ൽ കുറവാകാനുള്ള സാധ്യത എത്രയാണെന്നുള്ളത്. മൊത്തം എത്ര നമ്പേഴ്സ് ഉണ്ടായിരുന്നു? ടോട്ടൽ നമ്മൾ എഴുതി നോക്കിയപ്പോൾ 24 നമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. 24-ൽ എത്ര നമ്പേഴ്സ് 4000-ൽ എബവ് ആണ്? 6 നമ്പേഴ്സ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 24-ന് 6 കുറച്ചിട്ടുള്ള നമ്പേഴ്സ് എന്താണ്? 4000-നും ബിലോ ആയിരിക്കും അല്ലേ? അപ്പോൾ 24 നമ്പേഴ്സ് ഉണ്ട്. അതിൽ 6 നമ്പേഴ്സ് 4000 വെച്ച് സ്റ്റാർട്ട് ചെയ്യണതാണ്. ബാക്കി നമ്പേഴ്സൊക്കെ അപ്പോൾ എത്ര വെച്ചിട്ടാണ്? 1000 2000 3000 വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യണത്. അതായത് 4000-ന് ബിലോ ഉള്ള നമ്പേഴ്സാണ് ബാക്കി 18 നമ്പേഴ്സ്. അപ്പം എത്ര നമ്പേഴ്സാണ് നമുക്ക് കിട്ടി അല്ലേ? 4000-ന് താഴെ എത്ര നമ്പേഴ്സാണ്? 18. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി എന്താണ്? 4000-ന് താഴെ ആകാനുള്ള ചാൻസ് എത്രയാണ്? 18/24, അതായത് 6 കൊണ്ട് ചെയ്താൽ 3/4. അടുത്ത ക്വസ്റ്റ്യൻ പേജ് നമ്പർ 78-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെയുള്ള ഓരോ ചിത്രത്തിലും പച്ച നിറമുള്ള ഭാഗത്തിൻ്റെ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. ചിത്രത്തിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ അത് പച്ചഭാഗത്തിലാകാനുള്ള സാധ്യത കണക്കാക്കുക. അപ്പോൾ ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. എന്താണ്? സമചതുരത്തിൻ്റെ 4 വശങ്ങളുടെയും മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച സമചതുരം. അതാണ് പച്ച നിറത്തിലുള്ള സമചതുരം. അതായത് ഒരു സ്ക്വയർ ഉണ്ട്, അതാണ് വലിയ സ്ക്വയർ. ആ സ്ക്വയറിൻ്റെ മിഡ് പോയിൻറ്റ്സുകൾ തമ്മിൽ ഓരോ സൈഡിൻ്റെയും മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്തുണ്ടാക്കിയ വേറൊരു ചെറിയ സ്ക്വയർ. മനസ്സിലായില്ല? ഒരു വലിയ സ്ക്വയർ, ആ സ്ക്വയറിൻ്റെ സൈഡ്സിൻ്റെ മിഡ് പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് കിട്ടണ ഒരു ചെറിയൊരു സ്ക്വയർ. അപ്പോൾ ഒരു ആൾ ഒരു കണ്ണടച്ചിട്ട് ഇതിലൊരു കുത്തിടാൻ പോവാണ്. അപ്പോൾ ആ കുത്ത് ഈ പച്ച ഷെയ്ഡ് അടിച്ച ഭാഗത്ത് വീഴാനുള്ള സാധ്യതയാണ് നമുക്ക് കണക്കാക്കേണ്ടത്. അപ്പോൾ അതിനാദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഒരു ഇത് രണ്ടും തമ്മിലൊരു ജോയിൻ ചെയ്തൊരു ലൈൻ വരച്ചു. ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് അങ്ങനെ ഒരു ലൈനും വരച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് എന്ത് കിട്ടി? ട്രയാങ്കിൾ കിട്ടി. ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിൾസ് എല്ലാം എങ്ങനത്തെ ട്രയാങ്കിൾസാണ്? ഈക്വലാണല്ലേ? എല്ലാം ഒരേപോലെ ഇരിക്കുന്ന ട്രയാങ്കിൾസാണ്, ഒരേ അളവിലുള്ളതാണ്. അപ്പോൾ നമുക്ക് മൊത്തം എത്ര ട്രയാങ്കിൾസ് കിട്ടി? 1 2 3 4 5 6 7 8. അപ്പോൾ ടോട്ടൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 8 ട്രയാങ്കിൾസ് കിട്ടി. ഇനി ഇതിൽ ഗ്രീൻ ഷെയ്ഡ് അടിച്ച അത് എത്ര ട്രയാങ്കിൾസാണ്? 1 2 3 4. അപ്പോൾ ഗ്രീൻ ഷെയ്ഡഡ് ആയിട്ടുള്ള റീജിയനിലുള്ള ട്രയാങ്കിൾസിൻ്റെ നമ്പർ എത്രയാണ്? 4. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു കുത്ത് വീഴാനുള്ള ചാൻസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ എത്ര ഈക്വൽ ട്രയാങ്കിൾസ് ഉണ്ട്? 8 ട്രയാങ്കിൾസ് ഉണ്ട്. അതിൽ ഈ ഷെയ്ഡ് അടിച്ച ഭാഗത്തുള്ള
ട്രയാങ്കിൾസ് എത്ര എണ്ണമാണ്? 4 ആണ്. അപ്പോൾ പ്രോബബിലിറ്റി എങ്ങനെയാണ്? സിമ്പിൾ അല്ലേ? 4/8. എല്ലാം ഈക്വൽ ട്രയാങ്കിൾസ് ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റണത്. ഇതല്ലാത്ത സിറ്റുവേഷനിലുള്ള പ്രോബ്ലംസും വരും. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാം. 4/8 അതായത് 1/2. 1/2 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചേ? 50-50 ചാൻസ് എന്ന് പറയില്ലേ? ഇവിടെ കുത്തു വീഴാനുള്ള ചാൻസ് എന്താണ്? 50-50 ആണ്. അതായത് 1/2 ആണ്. പിക്ചർ നോക്കിയേ. അടുത്ത പിക്ചറിൽ തുല്യ സമഭുജ ത്രികോണങ്ങൾക്കിടയിൽ എന്തുണ്ട്? ഒരു സമഷഡ്ഭുജം. ഇതിപ്പോൾ വരച്ചിരിക്കുന്നത് അത്ര ഭംഗിയായിട്ടല്ല, എന്നാലും എന്താണ്? 2 ഈക്വിലാറ്ററൽ ട്രയാങ്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടപ്പോൾ അതിൻ്റെ ഇടയിൽ കിട്ടിയ എന്താണ്? ഒരു റെഗുലർ ഹെക്സഗൺ കിട്ടി. അതാണ് ഷെയ്ഡഡ് റീജിയൻ. മനസ്സിലായ? ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ, അതേപോലെ തന്നെ അടുത്ത ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ, അത് രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് എന്ത് കിട്ടി? ഒരു റെഗുലർ ഹെക്സഗൺ കിട്ടി. അപ്പോൾ ഈ ഹെക്സഗണിലായിരിക്കണം കണ്ണടച്ചിട്ടുള്ള ഡോട്ട് വീഴേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക? നമുക്കൊരു ട്രയാങ്കിൾസ് ഉണ്ടാക്കണം. വെർട്ടിസസ് ഒക്കെ ഓപ്പോസിറ്റ് വെർട്ടിസസ് ജോയിൻ ചെയ്തിട്ട് നമുക്ക് ട്രയാങ്കിൾസ് കിട്ടി. ഇപ്പോൾ നമുക്ക് മൊത്തം കുറച്ച് ഈക്വൽ ട്രയാങ്കിൾസ് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഒരേ അളവിലുള്ളതാണ്. ഇത് വരച്ചിരിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് അളവ് അങ്ങനെ ഇരിക്കുന്നത്. ഇനി ഇതിൽ എത്ര ട്രയാങ്കിൾസ് ടോട്ടൽ ഉണ്ട്? 1 2 3 4 5 6. ഇനി 7 8 9 10 11 12. അപ്പോൾ ടോട്ടൽ എത്ര ട്രയാങ്കിൾസ് കിട്ടി? ടോട്ടൽ 12 ട്രയാങ്കിൾസ് ഉണ്ട്. ഇനി ഷെയ്ഡഡ് റീജിയനിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? ഷെയ്ഡഡ് റീജിയനിൽ 6 ട്രയാങ്കിൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി എന്താണ്? ടോട്ടൽ 12 ട്രയാങ്കിൾസിൽ ഷെയ്ഡഡ് റീജിയനിൽ 6 ട്രയാങ്കിൾസ് ഉണ്ടെങ്കിൽ ആ ഷെയ്ഡഡ് റീജിയനിൽ കുത്താനുള്ള ചാൻസ് എത്രയാണ്? 6/12, അതായത് 1/2. ഇപ്പോൾ ചെയ്ത കണക്കുകളൊക്കെ ചാൻസ് എങ്ങനെയാണ്? 50-50, ഹാഫ് ആണല്ലേ? പ്രോബബിലിറ്റി 50-50 ആയിട്ടാണ് കിട്ടണത്. ടോട്ടൽ എത്ര ട്രയാങ്കിൾസ് കിട്ടി? ടോട്ടൽ 12 ട്രയാങ്കിൾസ് ഉണ്ട്. ഇനി ഷെയ്ഡഡ് റീജിയനിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? ഷെയ്ഡഡ് റീജിയനിൽ 6 ട്രയാങ്കിൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി എന്താണ്? ടോട്ടൽ 12 ട്രയാങ്കിൾസിൽ ഷെയ്ഡഡ് റീജിയനിൽ 6 ട്രയാങ്കിൾസ് ഉണ്ടെങ്കിൽ ആ ഷെയ്ഡഡ് റീജിയനിൽ കുത്താനുള്ള ചാൻസ് എത്രയാണ്? 6/12, അതായത് 1/. ഒരു റെഗുലർ ഹെക്സഗണാണ് തന്നിരിക്കുന്നത്. ഈ ഹെക്സഗണിൻ്റെ എല്ലാ സൈഡ്സും എന്താണ്? ഈക്വലാണ്. ഇനി ആ ഹെക്സഗണിൻ്റെ ഓൾട്ടർനേറ്റ് വെർട്ടിസസ് ജോയിൻ ചെയ്തിട്ടൊരു എന്തുണ്ടായി? ട്രയാങ്കിൾ ഉണ്ടാക്കി. അതായത് ഒരു സമഷഡ്ഭുജത്തിലെ ഒന്നിടവിട്ടിട്ടുള്ള മൂലകൾ ചേർത്ത് വരച്ചൊരു ത്രികോണം. അതാണ് ഈ ഷെയ്ഡ് ചെയ്ത ഗ്രീൻ കളറിൽ ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിൾ. അതായത് എന്താണ്? ഒരു സമഷഡ്ഭുജം. അതിലെ ഓരോ മൂലകൾ ഒന്നിടവിട്ടിട്ട് ഇവിടെ വരച്ചിട്ടില്ല. ഈ വെർട്ടക്സും പിന്നെ ഈ വെർട്ടക്സ് എടുത്തില്ലേ, ഈ വെർട്ടക്സ്, പിന്നെ ഇതെടുത്തിട്ടില്ല, പിന്നെ ഇതെടുത്തു. ഇങ്ങനെ ഈ 3 വെർട്ടിസസും കൂടി ജോയിൻ ചെയ്ത് കിട്ടിയ ഒരു ട്രയാങ്കിളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ കണ്ണടച്ച് കുത്താൻ പോവാണ്. കണ്ണടച്ച് കുത്തുമ്പോൾ എവിടെ കൊള്ളണം? ഈ ഗ്രീൻ ഷെയ്ഡിൽ കൊള്ളാനുള്ള ചാൻസാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം? ഇതാണ് ഈ ഹെക്സഗണിൻ്റെ സെൻറ്റർ എന്ന് വിചാരിച്ചോ. ഇതാണ് ഇതിൻ്റെ സെൻറ്റർ. ഈ സെൻറ്ററിലേക്ക് നമുക്ക് എന്ത് വരയ്ക്കാം? ഇവിടെ നിന്ന് ഈ ട്രയാങ്കിളിൻ്റെ ഈ വെർട്ടക്സിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ, അതുപോലെ ഈ വെർട്ടക്സിലേക്കും ലൈൻ വരയ്ക്കുക, ഈ വെർട്ടക്സിലേക്കും ലൈൻ വരയ്ക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ട്രയാങ്കിൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഏത് ടൈപ്പ് ട്രയാങ്കിൾസ്? ഈക്വൽ ട്രയാങ്കിൾസ് കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഇവിടെയുണ്ട് ഒരു ട്രയാങ്കിൾ, അതുപോലെ തന്നെ ഇവിടെയുണ്ട് ട്രയാങ്കിൾ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും കിട്ടി ട്രയാങ്കിൾ. ഇതൊക്കെ എങ്ങനെയായിരിക്കും? ഈക്വലായിരിക്കും. അതിപ്പോൾ ഞാൻ വരച്ച കാരണം ഈക്വലായിട്ട് തോന്നുന്നുണ്ടാവില്ല, എന്നാലും ശരിക്കും കറക്റ്റ് അളവൊക്കെ എടുത്ത് വരയ്ക്കുമ്പോൾ ഇതെങ്ങനെ കിട്ടും? ഈക്വൽ ട്രയാങ്കിൾസ് ആയിട്ട് കിട്ടും. അപ്പോൾ ടോട്ടൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട് ഈ ഫിഗറിൽ? ടോട്ടലി
1 2 3 4 5 6. അപ്പോൾ ടോട്ടൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 6 ഈക്വൽ ട്രയാങ്കിൾസ് ഉണ്ട്. ഇതിൽ ഷെയ്ഡ് ചെയ്ത റീജിയനിലാണ് നമ്മുടെ കണ്ണടച്ച് കുത്ത് വീഴേണ്ടത്. അപ്പോൾ ഷെയ്ഡഡ് റീജിയനിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? ഔട്ട് ഓഫ് 6 ട്രയാങ്കിൾസ് 3 എണ്ണം എവിടെയാണ് ഇരിക്കുന്നത്? ഷെയ്ഡഡ് റീജിയനിലാണ്. അപ്പോൾ പ്രോബബിലിറ്റി എന്താണ്? 3/6, അതായത് 1/2 ആണ് ഈ ഗ്രീൻ ഷെയ്ഡിൽ കണ്ണടച്ച് കുത്തുമ്പോൾ ആ ഡോട്ട് വീഴാനുള്ള പ്രോബബിലിറ്റി. നോക്കിയേ, ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിൻ്റെ പോയിൻറ്റ്സ് വെർട്ടിസസ് ആയിട്ടുള്ളൊരു സ്ക്വയർ ഉണ്ട്. ഇതിപ്പോൾ കറക്റ്റ് സ്ക്വയറൊന്നുമല്ല, ഞാൻ വരച്ചതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഒരു സർക്കിൾ, അതിൻ്റെ ഉള്ളിലൊരു സ്ക്വയർ. ആ സ്ക്വയറിൻ്റെ വെർട്ടിസസ് ഒക്കെ എന്താണ്? സർക്കിളിലെ പോയിൻറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരാൾ കണ്ണടച്ച് കുത്തുന്നത് ഈ ഷെയ്ഡഡ് റീജിയനിലായിരിക്കാനുള്ള ചാൻസ് എത്രയാണ്? അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരാൾ കണ്ണടച്ച് കുത്തുമ്പോൾ ഈ ഭാഗത്തൊന്നും കുത്താതെ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തേക്ക് കുത്താനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് കഴിഞ്ഞ കണക്കിൻ്റെ പോലെ നമുക്ക് ട്രയാങ്കിൾസ് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ കണക്കിലൊക്കെ നമുക്ക് എന്താണ്, ഈ പുറത്തുള്ള ഈ ഭാഗങ്ങളൊക്കെ എങ്ങനത്തെ ഷേപ്പായിരുന്നു? ട്രയാങ്കുലർ ഷേപ്പിലുള്ളതായിരുന്നു. ഇങ്ങനെയൊക്കെ ഇരുന്നിരുന്നത് എല്ലാം ട്രയാങ്കിൾസ് ആയിരുന്നു. പക്ഷേ ഇവിടെ ആ ഷേപ്പല്ല. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ട്രയാങ്കിൾ ഉണ്ടാക്കി ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല അതെല്ലാം ഈക്വൽ ട്രയാങ്കിൾസും ആയിരുന്നു. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഡിവൈഡ് ചെയ്ത് ഉണ്ടാക്കിയതൊക്കെ ഈക്വൽ ട്രയാങ്കിൾസ് ആയിരുന്നു. പക്ഷേ ഇവിടെ നമുക്കത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കുക, അതിന് ശേഷം ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ കണ്ടുപിടിക്കുക, എന്നിട്ട് നമുക്ക് പ്രോബബിലിറ്റി കാണാം. അപ്പോൾ ഫസ്റ്റ് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ് അർത്ഥം? ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ കേസിൽ എന്താണ്? ഏരിയ ഓഫ് സർക്കിളാണോ സ്ക്വയർ ആണോ? ഏരിയ ഓഫ് സർക്കിളാണല്ലേ. സർക്കിളിൻ്റെ ഏരിയ ആണ് ഏറ്റവും വലിയ ഏരിയ. അതിൻ്റെ ഉള്ളിലാണ് സ്ക്വയർ ഇരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ ഇത് ഈ സർക്കിളിൻ്റെ സെൻറ്ററായിട്ട് വരും. ഈ സെൻറ്ററിൽ നിന്ന് സർക്കിളിൽ ഒരു പോയിൻറ്റിലേക്ക് എത്ര ഉണ്ട്? റേഡിയസ് ആണല്ലേ. അതിന് നമുക്ക് 6 എന്ന് കൊടുക്കാം. ഇതൊരു പോയിൻ്റാണ്. അതേസമയം ഇതെന്തോ ആണ്? ഈ സ്ക്വയറിൻ്റെ ഒരു വെർട്ടെക്സ് ആണ് അല്ലേ. അപ്പോൾ ഈ വെർട്ടെക്സിൽ വെർട്ടെക്സ് എവിടെയാണ് ഇരിക്കുന്നത്? സർക്കിളിലാണ്. അപ്പോൾ സർക്കിളിൻ്റെ ഒരു പോയിൻറ്റുമാണ്, സ്ക്വയറിൻ്റെ വെർട്ടെക്സുമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം റേഡിയസ് ആണ്, 6 എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതേ സെയിം ഇതന്നെ ഇങ്ങോട്ടേക്കും വരച്ചൂടെ? ഇത് എന്ത് തന്നെയാണ്? റേഡിയസ് ആണ്. സെൻറ്ററിൽ നിന്ന് പോയിൻ്റ് ഓൺ ദ സർക്കിളിലേക്കുള്ള ലെങ്ത്താണ് എന്ത്? റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 6 കിട്ടി, ഇവിടെ 6 കിട്ടി. ഇത് നമുക്ക് എന്താണ്? ഇത് നമ്മുടെ സ്ക്വയറിൻ്റെ ഒരു സൈഡാണ്. ഇനി അടുത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏരിയ എന്തിൻ്റെയാണ്? സ്ക്വയറിൻ്റെയാണ്. അതിന് മുന്നേ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഏരിയ ഓഫ് സർക്കിൾ കണ്ടുപിടിക്കണം. ഏരിയ ഓഫ് സർക്കിൾ എന്താണ്? ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഇക്വേഷൻ പൈ ഇൻറ്റു റേഡിയസ് സ്ക്വയർ. ഇവിടെ റേഡിയസ് എന്ത് തന്നെയാണ്? 6 നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ πr² ആണ് സർക്കിളിൻ്റെ ഏരിയ. അങ്ങനെയാണെങ്കിൽ ഇനി സ്ക്വയറിൻ്റെ ഏരിയ എന്താ? സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താ? സൈഡ് ഇൻറ്റു സൈഡാണ്. ഇതിൽ സൈഡ് എങ്ങനെ കണ്ടുപിടിക്കും? ഈ ഒരു സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇതേ അളവ് തന്നെയായിരിക്കും എല്ലാ സൈഡ്. സ്ക്വയറിൻ്റെ 4 സൈഡ്സ് ഈക്വലാണ്. അപ്പോൾ ഒരു സൈഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കി. ഇതൊരു സ്ക്വയറാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കി. ഇതെന്തായിരിക്കും? ഇത് 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. സ്ക്വയറിൻ്റെ ഡയഗണൽസ് തമ്മിൽ കൂടി ചേരുമ്പോൾ ഉണ്ടാവണ ഇതെന്താണ്? 90 ഡിഗ്രി. അപ്പോൾ ഇത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായി. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? പൈതഗോറസ് തിയറം ഉപയോഗിക്കാം അല്ലേ. ഈ ട്രയാങ്കിൾ നോക്കിയേ. ഇപ്പോൾ ഇതിന് നമുക്ക് ഇവിടെ O കൊടുക്കാം. ഇത് ABCD. അപ്പോൾ നമുക്ക് ABCDയുടെ ഏരിയ കണ്ടുപിടിക്കണം. അതിന് നമുക്ക് എന്ത് വേണം? AB-യുടെ നീളം അറിയണം. AB-യുടെ നീളം അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? ട്രയാങ്കിൾ OAB കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ OABയിൽ OA എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. OB എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. AB എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പോട്ടിന്യൂസായിട്ട് വരും അല്ലേ. 90 ഡിഗ്രി എവിടെയാണോ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന സൈഡാണ് എന്ത്? ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് OAB. അതിൻ്റെ ഹൈപ്പോട്ടിന്യൂസ് ആണ് AB എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? OA² +
ഒ ബി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ. ഒ എ സ്ക്വയർ എന്ന് പറയുന്നത് ആർ സ്ക്വയർ പ്ലസ് ഒ ബി സ്ക്വയറും ആർ സ്ക്വയർ തന്നെ, അതാണ് എന്ത് എ ബി സ്ക്വയർ. അതായത് 2r സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ. എ ബി സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടി? ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ 2r സ്ക്വയർ. അതായത് എ ബി എന്ത് കിട്ടി? റൂട്ട് ഓഫ് 2r സ്ക്വയർ. എന്താ റൂട്ട് ഓഫ് 2r സ്ക്വയർ? ആർ സ്ക്വയറിൻ്റെ റൂട്ട് എന്താ? 6. 2ൻ്റെ റൂട്ട് എന്താ? റൂട്ട് 2. അപ്പോൾ എ ബിയുടെ ലെങ്ത് എത്രയാണ്? റൂട്ട് 2 ഇൻറ്റു 6 ആണ് എ ബിയുടെ ലെങ്ത്ത്. അപ്പോൾ ഒരു സൈഡ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? റൂട്ട് 2 6 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് എ ബി സി ഡി, സ്ക്വയർ എ ബി സി ഡി എന്താണ്? സൈഡ് ഇൻറ്റു സൈഡ്, അതായത് റൂട്ട് 2 ആർ ഇൻറ്റു റൂട്ട് 2 ആർ. റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്താണ്? 2 അല്ലേ? റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 2. ഇനി ആർ ഇൻറ്റു ആർ എന്താ? ആർ സ്ക്വയർ. അപ്പോൾ ഏരിയ എന്ത് കിട്ടി? 2r സ്ക്വയർ. നമുക്ക് വേണ്ട പ്രോബബിലിറ്റി എന്താണ്? സ്ക്വയറിൻ്റെ ഏരിയ ഡിവൈഡഡ് ബൈ സർക്കിളിൻ്റെ ഏരിയ. സ്ക്വയറിൻ്റെ ഏരിയ എത്ര കിട്ടിയേ? 2r സ്ക്വയർ ഡിവൈഡഡ് ബൈ സർക്കിളിൻ്റെ ഏരിയ എന്താ കിട്ടിയേ? πr സ്ക്വയർ. ആർ സ്ക്വയർ ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താണ്? 2/π. അപ്പോൾ കണ്ണടച്ച് കുത്തിയാൽ ആ കുത്ത് ഇവിടെ സ്ക്വയറിൻ്റെ ഉള്ളിൽ വീഴാനുള്ള ചാൻസ് 2/π.